നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടെൻസുകളാണല്ലേ. ഏതൊക്കെ ടെൻസ് പഠിച്ചു? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസിലെയോ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതുണ്ടോ, വന്നുകൊണ്ടേയിരുന്നു, പോയിക്കൊണ്ടേയിരുന്നു എന്നിങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് നടന്നുകൊണ്ടേയിരുന്ന കാര്യം ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ ഇഡ്ഡലി പാകം ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ല അല്ലേ. ഇഡ്ഡലി പാകം ചെയ്തുകൊണ്ടേയിരുന്നു, ഇപ്പൊ ഇല്ല. അതെങ്ങനെയുണ്ട് എഴുതാൻ നമുക്ക്? ഞാൻ സബ്ജക്റ്റ് എഴുതണം ആദ്യം, ഐ, പിന്നെ ഹാഡ്, പിന്നെ ബീൻ, ഉണ്ടോ, പിന്നെ വെർബ് വൺ, പാകം ചെയ്യുക എന്ന് പറയുന്നതാണ് വെർബ്. അതെന്താണ്? കുക്ക്. അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ING ചേർക്കണം. ഐ ഹാഡ് ബീൻ കുക്കിംഗ്. ഇനി എന്താണ് ഒബ്ജക്റ്റ്? എന്താണ് പാകം ചെയ്യുന്നത്? ഇഡ്ഡലി അല്ലേ. ഇഡ്ഡലി, IDD, ഇഡ്ഡലി. കണ്ടോ, ഐ ഹാഡ് ബീൻ കുക്കിംഗ് ഇഡ്ഡലി. അങ്ങനെ എഴുതി കഴിഞ്ഞു നമ്മൾ. ഞാൻ ഇഡ്ഡലി പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി ഞങ്ങൾ ഇഡ്ഡലി പാകം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയി അല്ലേ. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഏതാണ്? വി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാമർ വളരെ എളുപ്പമായിരിക്കുമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഏതാണ്? വി. ബാക്കി ഒന്നിനും ഒരു മാറ്റവും വേണ്ട. ഞങ്ങൾ ഇഡ്ഡലി പാകം ചെയ്തുകൊണ്ടിരുന്നാലും അതിനൊരു മാറ്റവും വേണ്ട. വി ഹാഡ് ബീൻ കുക്കിംഗ് ഇഡ്ഡലി. അടുത്തത്, ഞാൻ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും ആയി. ഇനി സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും ഏതാണ്? യു. നീ ഇഡ്ഡലി പാകം ചെയ്തുകൊണ്ടേയിരുന്നാൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? വേണ്ട. ബാക്കി ടെൻസുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ ഏതാണ്? ഹീ, ഷീ, ഇറ്റ്. അപ്പൊ അവനും അവളൊക്കെ ഇഡ്ഡലി പാകം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്തെങ്കിലും മാറ്റം വേണോ? ഒന്നുമില്ല. ടെൻസുകൾക്കൊന്നും ഒരു മാറ്റവും. ഇതുപോലെ തന്നെ ഹാഡ് ബീൻ കുക്കിംഗ് ഇഡ്ഡലി എന്ന് മതി. മറ്റ് ചില ടെൻസുകളിൽ ഈ ഹാഡ്, ബീൻ, ഹാസ്, പ്രസന്റ് ടെൻസിലൊക്കെ ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിൽ ഹാവ് ആകും. ചിലത് ആ ടെൻസ് ഈ സബ്ജക്റ്റിനനുസരിച്ച് മാറ്റം വരും ടെൻസ് അല്ലേ. ഇവിടെ അതൊന്നുമില്ല. എല്ലാം ഹാഡ് ബീൻ ആണ്. അടുത്ത തേർഡ് പേഴ്സൺ പ്ലൂറൽ ഏതാണ്? ദേ. ദേ വരുമ്പോൾ വല്ല മാറ്റം വരുത്തണോ വെർബിന്? ഇല്ല. എല്ലാം ഹാഡ് ബീൻ കുക്കിംഗ് ഇഡ്ഡലി. കണ്ടോ, വളരെ എളുപ്പമല്ലേ ഇത് ടെൻസ് പഠിക്കാൻ. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച 8 ടെൻസ്, പ്രസന്റ് ടെൻസിലെ 4 രൂപവും പാസ്റ്റ് ടെൻസിലെ 4 രൂപവും പഠിച്ചു അല്ലേ. അതിൽ ചില ടെൻസുകൾ ഞാൻ എഴുതിയില്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്താലോ? ഓക്കെ, റെഡി അല്ലേ? മിനി ഈസ് ജമ്പിങ്. ഇത്രയേ ഉള്ളൂ. ഇത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഇനിയുള്ള ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഇങ്ങനെ ഏതും നമുക്കിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമായിരിക്കും. അപ്പം ഇത് നോക്കണം, ഇത് സബ്ജക്റ്റ് അല്ലേ, മിനി, അതറിയാം നമുക്ക്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഉണ്ട് അല്ലേ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പൊ ഇതിൽ ഈസ് ഉണ്ട്. പ്ലസ് ജമ്പ് എന്നുള്ള വെർബിന്റെ എത്രാമത്തെ രൂപം? 1ാമത്തെ രൂപമുണ്ട്. വെർബ് 1 ഉണ്ട്. പിന്നെ ING ഉണ്ട്. കണ്ടോ, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വിഷയമാക്കേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അത് വേണമെന്നില്ല. അപ്പോൾ സബ്ജക്റ്റ് ഈസ്, ആം, ആർ ഏതെങ്കിലും ഒന്നുണ്ട്. വെർബ് ഉണ്ട്, ING ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് ആലോചിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ്? ഈസ്, ആം, ആർ, ING ഉണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം ഇത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടോ, ഇങ്ങനെ വേണം ഒരു സെന്റൻസ് കണ്ടാൽ ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. അടുത്തത് നമുക്ക് വേറെ ഒരെണ്ണം. രാജു ഹാസ് ഡ്രങ്ക് കോഫി.
രാജു സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് ഡ്രങ്ക് എന്നുള്ളത് വെർബിന്റെ 3 രൂപം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. അപ്പൊ ഡ്രങ്ക് ഏതാണ്? വെർബ് 3 ആണ്. ഹാസ് പ്ലസ് വെർബ് 3 പ്ലസ് ഒബ്ജക്റ്റ്. ഇത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വെർബ് 3 പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ട്. ഏത് ടെൻസ് ആണ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്. വേറെ ഒന്ന് എഴുതി നോക്കാം. മനു സ്ലീപ്സ് വെൽ എന്ന് എഴുതും. മനു സബ്ജക്റ്റ് ഉണ്ട് അല്ലേ? സബ്ജക്റ്റ് ഉണ്ട്. സ്ലീപ്പിന്റെ കൂടെ രസും കൂടെ എഴുതിയേക്കണുണ്ടോ? അതെന്തിനാ? സ്ലീപ്പ് വെർബ് 1, അതിന്റെ കൂടെ രസും കൂടെ എന്തുകൊണ്ടാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആ മനു അല്ലേ? ഹി അല്ലേ മനു. അപ്പം വെർബിന്റെ കൂടെ എസ് ചേർത്തു. അപ്പം ഒബ്ജക്റ്റ് ഇല്ല, അത് കുഴപ്പമില്ല, നന്നായി ഉറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഏതായിരിക്കും സബ്ജക്റ്റ്? വെർബ് 1ന്റെ കൂടെ എസ് കൂടെ ചേർത്ത് എഴുതുന്ന ഒരു ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് വെർബ് 1 പിന്നെ ഒബ്ജക്റ്റേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ്. കണ്ടോ? ഈ രീതിയിൽ നമുക്ക് ഓരോ ടെൻസുകളും മനസ്സിലാക്കി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കാം. അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പഠിക്കേണ്ടത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ പഠിക്കണം, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, കണ്ടിന്യൂസ്. ഇതെല്ലാം പഠിച്ച ശേഷം നമുക്ക് എല്ലാ ടെൻസുകളും ഒന്നും കൂടെ വിലയിരുത്തി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി.